നമസ്കാരം. നമുക്കൊരു ആദ്യം ഒരു ചട്ടിണി ഉണ്ടാക്കാം. എന്നിട്ട് നമുക്ക് ഒരു പനീറും ശിമലാ മിർച്ചിയും പിന്നെ ആലുവൊക്കെ കൂടെ എടുത്തൊരു ഈർക്കിലെ വെച്ച് നമുക്ക് ഇന്നൊന്ന് ഫ്രൈ ചെയ്ത് കാണിക്കാം നിങ്ങൾ. അപ്പോൾ ആ ചട്ടിണിക്ക് വേണ്ടിയത് ഞാൻ 4 ടൊമാറ്റോ തക്കാളിക്ക് എടുത്തിട്ടുണ്ട്. പിന്നെ ഇത്രയുള്ളൊരു വെളുത്തുള്ളിയുടെ അല്ലിയല്ല ഒരു കൂട് അത്, പിന്നെ 3 പച്ചമുളകും, ഇത്രയും സാധനമേ ഉള്ളൂ. അത് ഞാൻ ആദ്യം ഒരു ചീനിച്ചട്ടിക്കകത്ത് ഏതെണ്ണയായാലും മതി, 2 സ്പൂൺ എണ്ണ ഒഴിച്ചിട്ട് നമ്മളെ ആദ്യത്തെ ഇങ്ങനൊന്ന് ഫ്രൈ ചെയ്തിട്ട് ഇനി അതിനകത്ത് ഒരു ശകലം ഉപ്പൂടെ നമുക്ക് ചേർക്കാം, ഇച്ചിരി ഉപ്പൂടെ ചേർക്കും. അപ്പോൾ എന്നിട്ട് നമുക്കത് ഒന്ന് ഫ്രൈ ചെയ്ത് ഞാനെല്ലാം എടുത്ത് കഴിഞ്ഞ് ഇനി നമുക്കിതൊന്ന് ചട്ടിണി അരയ്ക്കണം, ഒരു ചട്ടിണി ആക്കണം. അപ്പോൾ ആ ചട്ടിണിയൊക്കെ അത് അന്നേരം വരെ ഇതൊന്ന് ഇവിടെ ഇരുന്ന് തണുക്കട്ടെ. നമുക്കിതൊന്ന് ഓഫ് ചെയ്യാം, ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഇതിങ്ങോട്ടൊന്ന് മാറ്റി വെക്കാം. ആ സമയം കൊണ്ട് നമുക്ക് വേണ്ടിയ സാധനങ്ങളെല്ലാം നമുക്കൊന്ന് എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയത് 2 ചുമല ശിമലാ മിർച്ചി, പിന്നെ വേണ്ട ഇത്രയും ഉള്ളി, ഞാൻ ഒരു കൊച്ചുള്ളി, പിന്നെ 2 ആലു ഉരുളൻകിഴങ്ങ്, അത് ഞാൻ വേവിച്ചതാണ്. പിന്നെ വേണ്ടിയത് ഒരു ശകലം പനീർ. അപ്പം ഇത്രയും പാത്രം പനീർ, ഇത് രണ്ടുമാണ് വേണ്ടിയത്. അപ്പം നമുക്ക് അതെല്ലാം ഞാൻ ഇവിടോട്ടൊന്ന് എടുത്തു വെച്ചിട്ട് ഇനി നമുക്കതൊന്ന് കട്ട് ചെയ്യാം. അപ്പോഴത്തേക്ക് നമ്മുടെ ചമ്മന്തിയുടെ അവിടെ ഒന്ന് ആറട്ടെ. അപ്പം ഞാൻ ഇതൊക്കെ നമുക്കിതിനകത്തെ ഈ ചുമല ഇതങ്ങ് മാറ്റിക്കളയാം, അതിൻ്റെ അരി അങ്ങ് മാറ്റിക്കളയാം. എന്നിട്ട് നമുക്ക് ഇത് ഇങ്ങനെയൊന്ന് നമുക്കിതൊന്ന് അപ്പം നമുക്ക് ആദ്യം ഇതൊന്ന് ഇങ്ങനെയൊന്ന് കൊച്ചായിട്ട് അരി ഇങ്ങനെയൊന്ന് അരിഞ്ഞ് വെക്കാം. അപ്പം ഞാൻ 4ആയിട്ടേ കണ്ടിക്കുന്നുള്ളൂ. അപ്പം നമ്മുടെ ഇതെല്ലാം ഞാൻ അരിഞ്ഞ് വെച്ചു. നമ്മൾ ഉള്ളിയെല്ലാം ഇങ്ങനെ എടുത്ത് വെച്ചേക്കുവാണ്. ഞാൻ ഉള്ളി ചെറിയ ഉള്ളി അത്രയേ ഉള്ളൂ. പിന്നെ നമുക്കിനി ഈ പനീറൊന്ന് കഷ്ണിക്കണം. അതും നമുക്ക് ഒരു 6 കഷ്ണത്തിനുണ്ടായിരുന്നു, അതും കണ്ടിച്ച് ഞാനിവിടെ വെച്ചു. പിന്നെ നമ്മുടെ ഈ ഉരുളൻകിഴങ്ങ് അത് വേവിച്ചതാണ്, അത് നമുക്ക് 2ആയിട്ട് 4ആയിട്ട് അതും കണ്ടിച്ച് ഞാൻ വെച്ചു. അപ്പം അതും ഞാൻ എല്ലാം എടുത്തു വെച്ചു. ഇനി നമുക്ക് നമ്മുടെ ഇത് അങ്ങോട്ടൊന്ന് മാറിയിരിക്കട്ടെ. ഇനി നമ്മുടെ ചട്ടിണിയുടെ സാധനം ഞാൻ ഇവിടെ എടുത്തു വെച്ചു. അത് നമുക്കൊരു ജാറിനകത്തോട്ട് എടുക്കാം. ജാറിനകത്തോട്ടെടുത്ത് ഇതൊന്ന് എന്നാലും വേണ്ട തക്കാളിയുടെ ആ തൊലി ഞാനിഞ്ഞെടുത്തു. പൊള്ളുന്നുണ്ട്, ചൂടോട് തന്നെ വേണം എന്നില്ല, ഇച്ചിരി ആറിയിട്ടായാലും മതി. ഞാനിപ്പോൾ അങ്ങ് ചൂടോട് നിങ്ങളെ അരച്ച് കാണിക്കാൻ. തൊലി ഇട്ടാലും കുഴപ്പമില്ല, പക്ഷെ എനിക്കിപ്പം തൊലി ഇളക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ഇളക്കുന്നുണ്ട് ബാക്കിയുള്ളത്. അപ്പം നമുക്ക് ഇതിന് മിക്സിയുടെ ജാറിനകത്ത് ഇടാം. നമ്മുടെ 4 തക്കാളിക്കായി ഇട്ടു, 3 പച്ചമുളക് ഇട്ടു. ഇനി നമുക്ക് നമ്മൾ വെളുത്തുള്ളി ഇതിനകത്ത് തന്നെ വെച്ചേക്കുമല്ലായിരുന്നു, ഇങ്ങനെയൊന്ന് കുടം വേവിച്ച്. അപ്പം അത് നമുക്ക് ഇതൊന്ന് തൊലി കളഞ്ഞ് നമുക്ക് ഇതിനകത്തോട്ട് അതും കൂടി ഇടാം. കുറച്ചൊക്കെ തൊലി ഞാൻ കളഞ്ഞു, ബാക്കിയുള്ളതിൻ്റെയൊക്കെ തൊലി ഉണ്ടെങ്കിലും കുഴപ്പമില്ലെന്ന് വെച്ചാൽ വെളുത്തുള്ളി എല്ലാത്തിനും നല്ലത്. നമുക്ക് ആ വെളുത്തുള്ളി എല്ലാം ഇങ്ങനെ ഒന്ന് അതിനകത്തോട്ട് ആ തൊലി കളഞ്ഞ് മൊത്തം ഒന്നിടാം. അപ്പം ഞാൻ ഇതിനകത്ത് ഉപ്പ് ഇട്ടിട്ടുണ്ട്,
ഒരു 2 സ്പൂണ് ചെറിയ സ്പൂണിന് എണ്ണ ഒഴിച്ചതേ ഉള്ളൂ കേട്ടോ, അല്ലാതെ ഒന്നും ചെയ്തിട്ടില്ല. അപ്പം നമ്മൾ ആദ്യം നമുക്ക് ചട്ടണിയുടെ ഇതൊന്ന് അരയ്ക്കും. അത് നമുക്കൊന്ന് അരയ്ക്കുന്നിടം വരെ ഒന്ന് വെയിറ്റ് ചെയ്യും. അപ്പോഴത്തേക്ക് നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ഈ ചീനിച്ചട്ടി ഒന്ന് അടുപ്പയിലോട്ട് വെച്ച് തീ കത്തിച്ച് വെക്കാം. നമുക്ക് ഈ ചീനിച്ചട്ടി അടുപ്പയിലോട്ട് ചെയ്യാനൊന്ന് വെച്ച് തീ കത്തിക്കുക. അത് ചൂടായി അവിടെ ഇരിക്കുകയാണ്. അപ്പോഴത്തേക്ക് നമുക്ക് ഈ ചട്ടണി ഒന്ന് അരയ്ക്കാം. അപ്പം നമ്മുടെ ചീനിച്ചട്ടി നന്നായിട്ടൊന്ന് ചൂടാക്കിയിട്ടുണ്ട്. അതിനകത്തോട്ട് നമുക്ക് ഇച്ചിരി എണ്ണ ഒഴിക്കാം. ഞാൻ ഏതെണ്ണയായാലും മതി കേട്ടോ. നമുക്ക് ഇച്ചിരി എണ്ണ ഒഴിക്കാം. ഒത്തിരി എണ്ണയൊന്നും വേണ്ട, ശകലം എണ്ണ. എന്നിട്ട് നമ്മൾ ഒരു ഈർക്കിലെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, നമ്മൾ ആ ഈർക്കിൽ ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ആ ഈർക്കിലെ ആദ്യം നമുക്ക് ഒരു കഷ്ണം പനീർ കോർക്കാം. അത് കഴിഞ്ഞ് ഒരു ഉള്ളി കോർക്കാം. അത് കഴിഞ്ഞ് നമുക്കൊരു ഉരുളൻകിഴങ്ങ്. പിന്നെ അതുപോലെ തന്നെ വീണ്ടും അങ്ങനെ തന്നെ ചെയ്യുക. പനീർ, ഉള്ളി അങ്ങനെ കോർക്കും. നമ്മളെല്ലാം അങ്ങനെ കോർത്ത് എല്ലാം റെഡിയാക്കി. അപ്പം ഇനി നമുക്ക് ഇതിൻ്റെ തണ്ട് കുറച്ചങ്ങ് കളയും. നമുക്ക് എന്നിട്ട് ഒരു കാര്യം ചെയ്യണം. അപ്പം ഞാനൊരു തളിക ആദ്യം എടുത്ത് വെച്ചു. ആ തളികയ്ക്കകത്തോട്ട് നമ്മുടെ ഇതെടുത്ത് വെച്ച് ഇന്നുണ്ടാക്കിയത് എടുത്ത് വെച്ചിട്ടുണ്ട്. വെച്ചിട്ട് അപ്പം നമ്മൾ ഒരു കഷ്ണം പനീറും കൂടെ ഞാനിവിടെ കോർത്തിങ്ങ. എന്നിട്ട് നമ്മൾ ഉണ്ടാക്കിയ ചട്ടണി ഇല്ലായിരുന്നു, നിങ്ങൾ കണ്ടില്ലേ? അതേണ്ടേ അടിപൊളി ചട്ടണി ഞാൻ ഉണ്ടാക്കി. അപ്പം ആ ചട്ടണി നമുക്ക് ഇതിൻ്റെ മണ്ടയ്ക്കോട്ടൊരു ശാഖല ഒഴിക്കും. നമ്മുടെ അതെല്ലാം ഒന്ന് പെരളം നടാൻ വരും. നമ്മുടെ ചട്ടണി എല്ലാം ഞാൻ ഇതെല്ലാം ഒടിച്ചിട്ട് നമുക്ക് ഇങ്ങനൊന്ന് കാണിക്കാം. എന്നിട്ട് നമുക്ക് ഈ എണ്ണയ്ക്കകത്തോട്ട് ഒന്ന് വെക്കാം. അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തിരിച്ചിട്ട് കൊടുത്തോണ്ടേയിരിക്കണം. ഇതിലും നല്ല, ഇതിപ്പോൾ ഇച്ചിരി ഇച്ചിരി പാത്രമാണ്. നിങ്ങൾ ഇതിലും നല്ലതാണ് വലിയൊരു. ഇപ്പം നമുക്കൊരു കാര്യം ചെയ്യാം, അതിലും നല്ല പാത്രമാണ്. നമുക്ക് ഇതിലോട്ട് വെക്കും ചെയ്തു. നമുക്ക് ആദ്യമായി എണ്ണയും കൂടി ഇങ്ങോട്ട് ഒഴിക്കും. ഒരു സ്പൂൺ എണ്ണയും ഞാൻ ഒഴിച്ചുള്ളൂ. നമ്മുടെ അത് നമുക്ക് ആ എണ്ണയും കൂടി
എന്നിട്ട് ഇടയ്ക്ക് ഈ മസാല ഇച്ചിരി ഒഴിച്ച് കൊടുക്കുന്നത് നല്ലതാണ്. ഇടയ്ക്ക് ഇങ്ങനെ ഇങ്ങോട്ട് അപ്പം ഞാൻ എല്ലാം ഇങ്ങനെ അങ്ങനെയൊന്നും ഉണ്ടാക്കി വെച്ചു. നമ്മുടെ ആ ബാക്കി വന്ന പനീറും എല്ലാം ലാസ്റ്റ് എനിക്ക് ഒരെണ്ണത്തിനുള്ളത് അതിലും കൂടെ ഞാൻ മസാലയൊന്ന് പുരട്ടി. ഞാൻ ആ മസാലയൊന്ന് പുരട്ടി അതും കൂടെ 3 എണ്ണം കൂടെ ഒഴിച്ചു. നമുക്ക് ഇച്ചിരി മസാല ഇതിനകത്തോട്ട് ഒഴിക്കാം. തീ ഞാൻ ഇച്ചിരി കുറച്ച് വെച്ചേക്കുക. ഇത് നമുക്കൊന്നുകൂടെ ഒന്ന് തിരിച്ചിടും. അപ്പം അങ്ങനെ നമ്മുടെ ഫ്രൈ എല്ലാം ശരിയായി. ഇനി നമുക്ക് അതിനകത്ത് വേണ്ടിയത് ഒരു ശകലം കുരുമുളക് പൊടി ഇച്ചിരി, പിന്നെ വേണ്ടിയത് നമുക്ക് ഇച്ചിരി കാതാകമ്പൊക്കെ ഇടാം. ഇച്ചിരി കാതാകമ്പൊക്കെ അപ്പം നല്ല അടിപൊളിയാണ്. ഞാൻ ഒരു പ്രാവശ്യം ഉണ്ടാക്കിയതാണ്. ഞാൻ എന്തോ ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കിയിട്ട് പിന്നെ ഞാൻ അടുത്തത് ഉണ്ടാക്കത്തുള്ളൂ. അപ്പം നമ്മൾ അതെല്ലാം ഒന്ന് തിരിച്ചിട്ടു. ഇനി നമുക്ക് ഒന്നുകൂടെ ഇപ്പുറത്തൂടെ ഇതുപോലെ തന്നെ ചെയ്യും. ഒരു തുള്ളി കുരുമുളക് പൊടി, എണ്ണയൊന്നും വേണ്ട. ഇത് നല്ല ഓവനകത്താണേലും വെച്ചുണ്ടാക്കാം ഞാൻ. പക്ഷേ ഇപ്പം ഇങ്ങനെ ഉണ്ടാക്കും. നോക്കാം കാലം നമുക്ക് ഒരു ശകലം ഇട്ടിട്ടു ഇച്ചിരി കൂട്ടി. അപ്പം അതിൻ്റെ കൂടെ നമ്മൾ ഉണ്ടാക്കി വെച്ച ചട്ടണി ഇല്ലേ, ആ ചട്ടണിയും കൂട്ടി നല്ലതാണ് കഴിക്കാൻ. ഇതെല്ലാം വെന്ത സാധനമാണല്ലോ, പനീറൊക്കെ ഇല്ലേ, അതിനൊന്നും അധികം ഇതാവേണ്ട കാര്യമില്ല. അപ്പം നിങ്ങളെല്ലാവരും ഇതുണ്ടാക്കി നോക്കി എനിക്ക് ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യും. ഓക്കെ, ബൈ.